ഹലോ ഗൈസ്, ഞാനും കണ്ണനും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഉത്സവം കഴിയാറായി, അവസാന ദിവസമാണ് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയത് തന്നെ. പിന്നെ ഗുരുവായൂർ എത്തുമ്പോൾ തന്നെ ഉള്ളൊരു ഫീല് ആരോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു പ്രത്യേക ഫീലാണ് അവിടുത്തെ എത്തുമ്പോൾ തന്നെ. എന്നിവിടെ പറയാം, പൂക്കളും പിന്നെ അവിടെ സ്ട്രീറ്റിൽ വെച്ചിരിക്കണ നമുക്ക് അർപ്പിക്കാനുള്ള പ്രസാദങ്ങളും അതൊക്കെ കണ്ട് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടണത്. എത്ര സങ്കടപ്പെട്ട് വന്നാലും നമുക്ക് ആ നടയിലെത്തുമ്പോൾ കിട്ടണ ഒരു സന്തോഷവും സമാധാനവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങൾ വർക്ക് കൂടുതലുള്ളതുകൊണ്ട്, വർക്ക്ഷോപ്പാണല്ലോ, അപ്പോൾ വർക്ക് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ആദ്യ സമയങ്ങളിലൊന്നും അമ്പലത്തിൽ എത്താൻ പറ്റിയില്ല. എന്നാലും ലാസ്റ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നൈറ്റാണ് വന്നത്. ഒന്ന് കാണാൻ പറ്റി. കൃഷ്ണനെ ഉള്ളിൽ കയറി കാണാനെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും ഞങ്ങൾ കിഴക്കേ നടയിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ കാണാൻ പറ്റാത്ത സങ്കടത്തിലെല്ലാവരും കഷ്ടം വെച്ചിട്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കിഴക്കേ നടയിൽ അവിടെ തൊഴുത് നിന്ന് പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുന്ന സമയത്തുണ്ട് ഭഗവാനെ ആനപ്പുറത്തേറ്റിയിട്ട് പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണാൻ പറ്റിയത്. അത് കയറി തൊഴാൻ പറ്റിയില്ല, കണ്ണനെ കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം അതോടെ തീർന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ പ്രാർത്ഥിച്ചൊക്കെ നിന്ന് തൊഴുത് നിന്ന് പിന്നെ ഭണ്ണാരത്തിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന കൃഷ്ണനാണ് കേട്ടോ അത്. പിന്നെ അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചുറ്റി നടന്നൊക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പടിഞ്ഞാറ് നടയിലെത്തി. പടിഞ്ഞാറ് നടയിൽ ഇതുപോലെ തന്നെ നല്ല ഭംഗിയിൽ അലങ്കാരങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തിരിക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഫോണിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എടുത്തത് അത്ര ഭംഗിയാന്ന് തോന്നില്ല നീ. അങ്ങനെ ഞങ്ങൾ നടന്ന് പടിഞ്ഞാറ് നടയിലെത്തി. ഏട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നജീബ്ക്ക. ഒരു 8 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ കുറച്ച് നേരം ദീപ്തി ചേച്ചീനേറ്റും സനനേറ്റും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ നിന്നു. ഞങ്ങളിപ്പോൾ തൃപ്രയാർ എത്തിയിട്ടാ. അതേ കണ്ണേട്ടൻ കൂട്ടുവായി ഇട്ട് തുടങ്ങി. ആൾക്ക് ചായ വേണം, എവിടെ പുറത്തേക്ക് ഇറങ്ങി അപ്പം ചായ കുടിക്കണം. അങ്ങനെ തൃപ്രയാർ സെൻറ്ററിൽ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എത്തി. അങ്ങനെ ദേ ഒരു ചായ മേടിച്ചു. പിന്നെ ഒരു സമൂസ ഓർഡർ ചെയ്ത് ആൾ കഴിക്കണേ. ഞാനൊന്നും കഴിച്ചില്ല, എനിക്ക് കുറച്ച് നേരം കൂടി കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണ്ട. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.